ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവ കൃപ നമ്മളിലേക്ക് കർത്താവ് ധാരാളമായി ചൊരിഞ്ഞിരിക്കുന്നു എന്ന ആ ദൈവകൃപയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ച് ഈ ദിവസങ്ങളിൽ പോകുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ വെള്ളിയും ശനിയും നമ്മൾ പുതുഞാറാഴ്ചയുടെ ധ്യാനത്തിലൂടെ കടന്നുപോയി. വീണ്ടും നമ്മൾ കൃപയുടെ ആ ധ്യാനത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൃപയിൽ ധ്യാനിച്ചത് മോശയുടെ ജീവിതത്തെക്കുറിച്ചാണ്, കൃപ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ്. മോശ ദൈവസന്നിധിയിൽ ഞാൻ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ എന്തുമാത്രമുള്ള ആളാണ്, ചെറുതല്ലേ, നിൻ്റെ നാമം എന്താണെന്നാണ് ഞാൻ പറയേണ്ടത്, വാക്ക് സാമർഥ്യമുള്ളവനല്ല, എനിക്ക് കർത്താവെ നിനക്ക് ബോധിച്ച വേറൊരാളയക്കണമെന്നല്ല ഒഴിഞ്ഞു മാറിയപ്പോൾ ദൈവകൃപയിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച ചരിത്രമാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ ബലഹീനതയിൽ കർത്താവ് ബലം നൽകി നമ്മളെ നയിക്കുമെന്നാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. പ്രാർത്ഥിച്ച് നമുക്കിന്ന് ആരംഭിക്കാം. ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാരുണ്യവാനും നല്ലവനുമായ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സന്ധ്യ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സന്ധ്യയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവകൃപ കൊണ്ട് നിറയപ്പെട്ട, തൻ്റെ ബലഹീനതയിൽ, തൻ്റെ പോരായ്മയിൽ ദൈവം എങ്ങനെ സഹായിച്ച് ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിച്ചു എന്ന ഗിദെയോൻ്റെ അനുഭവമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കണം. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദിയാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിദിയാൻകാരും അമലേക്യരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളും കൂടാര സാമഗ്രികളുമായി വെട്ടുകിളികളെപ്പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാർ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിലിരുന്നു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. പ്രിയമുള്ളവരെ, വായിച്ച ഭാഗത്ത് 11-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ശക്തമായ കരത്തോടുകൂടി ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ജനം സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ വന്നപ്പോൾ അവർ ദൈവത്തെ മറന്ന് അന്യദേവന്മാർ ആരാധിക്കാൻ തുടങ്ങി. അന്യദേവന്മാരുടെ രാജാക്കന്മാരാൽ പിടിക്കപ്പെടുകയും ഇവരെന്തുണ്ടാക്കിയാൽ അതെല്ലാം അവർ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്ന അവസ്ഥയായി. ഗുഹകളിലൊക്കെ പാർക്കാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏതു കാലത്തും മനുഷ്യൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ദൈവം അവന് വേണ്ടി സഹിക്കുന്നു, ദൈവം അവന് വേണ്ടി കഷ്ടപ്പെടുന്നു, ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാകുന്നു. ദൈവം സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പേര് പോലും മോശമാകുന്ന അവസ്ഥ.
ഇതൊക്കെ ചെയ്തിട്ടും ജനം നന്നാകാതെ വരുമ്പോൾ ദൈവം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന അനുഭവമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യോവാഷിൻ്റെ പുത്രനാണ്. അവൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മതിക്കുകയായിരുന്നു. കണ്ടാൽ അവരതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇത്ര ഭയന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ. നമ്മളാണെങ്കിൽ എന്ത് പറയും? പേടിത്തണ്ട, പേടിച്ചിരിക്കുകയല്ലേ എന്നാ പറയുള്ളൂ. എന്നാ പറഞ്ഞാൽ നമ്മൾ തുടങ്ങുള്ളൂ. ഇവനെ ധൈര്യപ്പെടുത്തുകയാണ് ദൈവം. ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ അവൻ്റെ അവിശ്വാസം അവൻ ഏറ്റുപറയുകയാണ്. ഗിദെയോൻ ചോദിച്ചു, പ്രഭു, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലരെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എല്ലാം പോയി. ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങളുടെ പൂർവികരെ വലിയ ശക്തമായ ഭുജബലത്താൽ, ശക്തമായ കരത്താൽ ചങ്കടൽ കടത്തി കൊണ്ടുവന്നു. എല്ലാം അവനറിയാം. പൂർവികരായിട്ട് പഠിച്ച് വച്ചിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പാപം ചെയ്തപ്പോൾ ദൈവം ഞങ്ങളെ വിട്ടുകളഞ്ഞല്ലോ. ഇത് എങ്ങനെ എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോഴാണ് അവനോട് അവനെ പേര് വിളിക്കുന്നത് ശക്തനും ധീരനുമായ മനുഷ്യ. നീ ഇസ്രായേലിനെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അവൻ പറയുകയാണ്, എങ്ങനെ കഴിയും? ഞങ്ങളുടെ ഗോത്രം അതിന് തക്ക ശക്തിയുള്ളതല്ല. ഗോത്രത്തിൽ മനേസെ ഗോത്രം ദുർബലമായ ഗോത്രമാണ്. ദൈവം പറയുകയാണ്, ഞാനാണ് നിന്നെ അയക്കുന്നത്. കൃപ എന്ന് പറയുന്നത് അതാണ് പ്രിയമുള്ളവരെ. നമ്മളെത്ര നമ്മുടെ പോരായ്മ പറയും തോറും നമ്മളെ കൃപ അങ്ങോട്ട് മുറുക്കും. നമ്മൾ നമ്മുടെ പേടി കൊണ്ടാണ് നമ്മളിൽ തന്നെ ചുരുങ്ങാൻ ആഗ്രഹിക്കുന്നത്. അത് നല്ലതാണ്. അത് നമ്മളെല്ലാം അഹങ്കാരികളായി തകർന്ന് തരിപ്പണമാകും. ഒരു ഇടയ ചെറുക്കൻ ദാവീദ് മലനായ ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഗോലിയാത്ത് അവൻ്റെ ബലഹീനത മാത്രം പറയുന്നത്. നിനക്ക് ഇന്ന് നിൻ്റെ ശരീരം പക്ഷികൾക്ക് തിന്നാനേ ഉള്ളൂ, പീറ ചെറുക്ക എന്നാണ് വിളിക്കുന്നത്. ദാവീദ് പറയുന്നത്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്. അതാണ് ശക്തി. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവും തൻ്റെ ജനത്തിൻ്റെ രക്ഷ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 30-ാമത്തെ വയസ്സിൽ ഇറങ്ങുമ്പോൾ മാനസികമായി താർക്കുന്ന ചോദ്യമാണ് അവർ ചോദിച്ചത്. ഇവൻ മറിയത്തിൻ്റെ പുത്രനല്ലേ? യൗസേപ്പ് ഇവൻ്റെ അപ്പനല്ലേ? എൻ്റെ സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂടെയില്ലേ? ഇവനാ തച്ചനല്ലേ? വളരെ ദുർബലനല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ഇവൻ്റെ ജനനം തന്നെ ദുർബലതയിലല്ലേ? മഹാനെന്ന് വിശേഷിപ്പിക്കാൻ എന്തുവനിലുണ്ട്? യേശു പറഞ്ഞു, എന്നെ അയച്ചവനെ നിങ്ങൾ നോക്കുക, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക. എൻ്റെ ജനനമോ എൻ്റെ ഗോത്രമോ എൻ്റെ മാതാപിതാക്കന്മാരോ എൻ്റെ കഴിവുകളോ എൻ്റെ ശക്തിയോ എൻ്റെ വിദ്യാഭ്യാസമോ അല്ല നോക്കേണ്ടത്, എന്നെ അയച്ചവനെ നോക്കുക. ആ സർവശക്തനിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഗിദെയോൻ പിന്മാറാൻ നോക്കുകയാണ്. എൻ്റെ ഗോത്രത്തിന് കഴിവില്ല, അത് എളിയ ഗോത്രമാണ്.
ഞാനാണ് നിന്നെ അയക്കുന്നത് എന്ന് കർത്താവ് പറയുകയാണ്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനസ്സായുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടെ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എൻ്റെ കാഴ്ച തിരു മുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലും ആക്കി ഓക്കുമരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്നു, മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് ഗിദെയോൻ അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിനോടൊരു ബലിപീഠം പണിത് അതിന് യാഹ്വേ ശാലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കുകയാണ്. ദൈവകൃപ നമ്മളിലേക്ക് വരും. നാം എത്ര ഭയപ്പെട്ട് മാറിയാലും ദൈവം തിരഞ്ഞെടുത്തവനെ അവൻ രക്ഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും അവിടുത്തെ കരുതലും ഞങ്ങളുടെ മേൽ ധാരാളമായി വർഷിക്കണമേ. ഞാൻ അവിശ്വസ്തനായിരുന്നാലും അങ്ങ് വിശ്വസ്തനാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും ഉത്തരവാദിത്വങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് നയിക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും നാഥ, ഇന്ന് നിൻ്റെ കേൾവിയായി രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ അവരുടെ ബലഹീനതയിൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബലഹീനതയിൽ നിൻ്റെ കൃപ ധാരാളമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ.